ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റുകൾ നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. US വിപണികൾ ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണം 60 ദിവസത്തെ താൽക്കാലിക കരാർ ഇന്നലെ അവസാനിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള 60 ദിവസത്തെ താൽക്കാലിക കരാർ നീട്ടില്ലെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച US വിപണികൾ ഇടിഞ്ഞത്. അതേസമയം തന്നെ ഒമാനെതിരെയും സൈനിക നടപടി സ്വീകരിക്കും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. US പ്രസിഡന്റിന്റെ ഇന്നലത്തെ ഈ പ്രസ്താവനകൾ മിഡിൽ ഈസ്റ്റ് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കും എന്നുള്ള ആശങ്ക ഉയർത്തുകയാണ്. ഇതോടുകൂടി ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 2.7% ഉയർന്ന് $90 മുകളിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ $91 പെർ ബാരൽ എന്ന നിലയിലാണ് വ്യാപാരം ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും ശക്തമായിട്ടുള്ള സൈനിക നടപടികൾ സ്വീകരിക്കും എന്ന നിലപാടിൽ തന്നെയാണുള്ളത്. ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഉയർന്നത് കാരണം എനർജി സെക്ടറിന് നേട്ടമുണ്ടായി. S&P 500 11 പ്രധാനപ്പെട്ട മേഖലകളിൽ നേട്ടമുണ്ടാക്കിയ ഏക സെക്ടർ എനർജി ഇൻഡെക്സ് ആയിരുന്നു. US ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ഇന്നലെ 4% ഇടിഞ്ഞിട്ടുണ്ട്. വിപ്രോ 1.5% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.92% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 1.14% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഡൗ ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇന്നലത്തെ US മാർക്കറ്റിൻ്റെ ഇടിവിന് ശേഷം ഇന്നിപ്പോൾ ഇടിഞ്ഞ് തന്നെയാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 0.65% ഇടിവിലാണ് ജപ്പാൻ മാർക്കറ്റ് നിക്കി ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 2.5% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 60 പോയിന്റ്സ് ഇടിവിൽ 24,315 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 മുതൽ 80 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഒന്ന് രേഖപ്പെടുത്തുക. ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ആ വിലയേറിയ കമൻറ്റ് കൂടി ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്ത്യയിൽ പുതുതായി ആരംഭിച്ചിട്ടുള്ള ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ തിങ്കളാഴ്ച വ്യക്തമാക്കിയത് അടുത്തിടെ അവതരിപ്പിച്ച ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ പിൻവലിക്കില്ല. CAS ഇവിടെ തുടരാൻ തന്നെയാണ് പോകുന്നത്. സെബി ഇപ്പോൾ CASുമായി സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുന്നത് CAS സമയത്തെ ട്രേഡിംഗ് ആക്ടിവിറ്റി, ഓപ്ഷൻ ട്രേഡർമാർ ഉന്നയിച്ച ആശങ്കകൾ, മറ്റ് മാർക്കറ്റ് പങ്കാളികളുടെ നിർദ്ദേശങ്ങൾ, ക്ലോസിംഗ് പ്രൈസ് കണ്ടെത്തുന്നതിനുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ എന്നിവയൊക്കെയാണ് സെബി വിശദമായി തന്നെ പരിശോധിക്കുന്നത്. സെബി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ കൂട്ടുക എന്നതാണ്. അതായത് പാർട്ടിസിപ്പേഷൻ കൂട്ടുക വഴി ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്നാണ് സെബി കരുതുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലരും പ്രൈസ് ആക്ഷനൊക്കെ നോക്കിയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഈ അവസാന നിമിഷത്തിലെ ഈ ഒരു CAS ക്ലോസിംഗ് ഓപ്ഷൻ സെഷനുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് വലിയ വോളറ്റാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് F&O സെഗ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള വോളറ്റാലിറ്റിയൊക്കെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഏതായാലും കൂടുതൽ പാർട്ടിസിപ്പേഷനൊക്കെ വരുമ്പോൾ അത് ശരിയാകും എന്നാണ് സെബി പറയുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു വാർത്ത ഇലക്ട്രോണിക്സ് മേഖലയെ സംബന്ധിച്ച് വലിയൊരു ഉണർവ് വരാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. കേന്ദ്ര സർക്കാർ ഇലക്ട്രോണിക്സ് കോമ്പോണൻറ്റ്സ് മാനുഫാക്ചറിംഗ് സ്കീം പ്രകാരം 7,877 കോടി രൂപ മൂല്യമുള്ള 31 പുതിയ നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകി. ഇതോടെ അംഗീകരിച്ച പദ്ധതികളുടെ എണ്ണം 106ആയി. ആകെ പ്രതിബദ്ധ നിക്ഷേപം ഏകദേശം 69,500 കോടി രൂപയുമാണ്. നമുക്കറിയേണ്ടത് ഏതൊക്കെ കമ്പനികൾക്കാണ് ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് തന്നെയാണ്. GX ഗ്രൂപ്പ്, സെൻറ്റം ഇലക്ട്രോണിക്സ്, ഇന്നോവി മൊബിലിറ്റി സൊല്യൂഷൻസ്, മൈക്രോമാക്സ് പ്രിസിഷൻ മോൾഡിംഗ്, സിർമ CGS ടെക്നോളജി, ജ്യോതി CNC ഓട്ടോമേഷൻ, ബ്രിട്ടാനിയ RFID ടെക്നോളജീസ് തുടങ്ങിയവയ്ക്കൊക്കെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. മറ്റൊരു വാർത്ത കൂടിയുള്ളത് ഇന്ത്യയിലെ 15 വയസ്സിനും അതിനു മുകളിൽ പ്രായമുള്ള തൊഴിലില്ലായ്മ നിരക്ക് ജൂലൈ മാസത്തിൽ 5.1% കുറഞ്ഞു. ജൂണിൽ അത് 5.5% ഇത് 4 മാസത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്ക് കൂടിയാണ്. ഇതിൽ തന്നെ പ്രധാനമായിട്ടും ഇടിവ് വന്നിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് തന്നെയാണ്. 5% നിന്ന് 4.5% കുറഞ്ഞു. ഈ ഒരു ഡാറ്റ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ സാഹചര്യം മെച്ചപ്പെടുന്നത് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഉപഭോക്തൃ ചെലവ് മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ ഇനി വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റീറ്റെയിൽ, ഓട്ടോ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലകൾക്കൊക്കെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണിത്.
ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. UK-യിൽ നിന്നും ലേബർ പ്രൊഡക്ടിവിറ്റി ഡാറ്റ പുറത്തു വരുന്നുണ്ട്. US-ൽ നിന്നും ധാരാളം ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്. എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, ഇമ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ എന്നിവയാണ്. ഗോൾഡ് പ്രൈസിലേക്ക് വരാം. ഗോൾഡ് പ്രൈസുകൾ സ്പോട്ട് ഗോൾഡ് ഇന്നും നേട്ടത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,14,160 എന്ന നിലയിലായിരുന്നു. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 1% മുകളിൽ നേട്ടത്തിൽ $64,000 ട്രേഡ് ചെയ്യുന്നു. അടുത്ത ഇന്നലത്തെ FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ 2,535 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തിരിക്കുന്നു. DIs ആവട്ടെ 5,101 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഇന്നലെ റിസൾട്ട് വന്ന ഒരു കമ്പനി പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 240.1 കോടി രൂപയാണ്. 31.6% വർധനവാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 9.4% വർധനവ് 1,218.7 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം Paytm ആണ്. പ്രൊമോട്ടർ എൻറ്റിറ്റി റെസിലൻറ്റ് അസറ്റ് മാനേജ്മെൻറ്റ് BV Paytmൽ 4.98% വരെ ഓഹരി വിൽക്കാൻ സാധ്യതയുണ്ട്. ബേസ് ഓഫർ 3%, അപ്സൈസ് ഓപ്ഷൻ 1.98%. അടുത്തത് ശ്രീരാം പിസ്റ്റൺസ് എന്ന കമ്പനി 1000 കോടി രൂപ സമാഹരിക്കാൻ QIP കമ്പനി ആരംഭിച്ചു. അടുത്തത് നെൽക്കോ എന്ന കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ സാറ്റലൈറ്റ് സർവീസ് കമ്പനിയായ നെൽക്കോ ലൂണാർ ഹോൾഡോ എന്ന കമ്പനിയിൽ $20 മില്യൺ നിക്ഷേപം നടത്താൻ കരാറിൽ ഒപ്പുവെച്ചു. CCDs വഴിയാണ് നിക്ഷേപം നടത്തുക. അടുത്ത സ്റ്റോക്ക് ന്യൂസ് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമുണ്ട്. ഈ കോഴ്സിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് റീഡിംഗ്, ഓപ്ഷൻ സ്ട്രാറ്റജീസ്, വിവിധ തരത്തിലുള്ള ഓപ്ഷൻ സ്ട്രാറ്റജികൾ, OA അനാലിസിസ്, ടെക് ടൂൾസ് എന്നിവയെല്ലാം നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ തൊട്ട് മുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഇനി കമൻറ്റ് സെക്ഷനിലും നമ്മൾ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. DCX സിസ്റ്റംസ് എന്ന കമ്പനിയാണ്. ഏകദേശം 15.19 കോടി രൂപ വിലമതിക്കുന്ന ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഡൊമസ്റ്റിക് എക്സ്പോർട്ട് ഓർഡറുകൾ ഉൾപ്പെടുന്ന ഒരു ഓർഡർ കൂടിയാണിത്. അടുത്തത് സൈഗാൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. ഡൽഹി PWDയുടെ 330.84 കോടി രൂപയുടെ ടെൻഡർ ക്യാൻസൽ ചെയ്ത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് കമ്പനിയെ സംബന്ധിച്ച്. ഇനി നമ്മൾ ഗവൺമെൻറ് 7,877 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള 31 ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് പ്രപ്പോസൽ അംഗീകരിച്ചു എന്നൊരു വാർത്ത പറഞ്ഞിരുന്നു. അതുവഴി ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികളും പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ വിപ്രോ, PCBL കെമിക്കൽസ് തുടങ്ങിയ കമ്പനികൾക്കും ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് പറയാനുള്ളത്. അടുത്ത PVR ഇനോക്സ് എന്ന കമ്പനിയാണ്. ഡൽഹിയിൽ സിനിമ ഹാൾസും കൂടാതെ മൾട്ടിപ്ലക്സിനുമുള്ള ലൈസൻസിങ് പ്രോസസ്സ് ഇനി സിംഗിൾ വിൻഡോ ഓൺലൈൻ സിസ്റ്റം വഴി ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ്. അത് PVR ഇനോക്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. ഭാരതി എയർടെൽ എന്ന കമ്പനിയാണ്. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൽ ഒരു ലീഡർഷിപ്പ് മാറ്റം വരുന്നു. സുനിൽ ഭാരതി മിറ്റൽ സെപ്റ്റംബർ 30 സ്ഥാനമൊഴിയും. പുതുതായി വരുന്ന നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഷബ്നം സിൻഹയാണ്. RBIയുടെ പ്രപ്പോസലിന് ശേഷമായിരിക്കും മാറ്റമുണ്ടായിരിക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.